നമുക്കിപ്പോൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയായ കെ റഫീഖ് ഇപ്പോൾ നമ്മോടൊപ്പം എന്തായാലും സമരം ആയിട്ട് ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അത് തീർച്ചയായും രാവിലെ 7 മണിക്കാണ് ഡിവൈഎഫ്ഐ സമരം ആരംഭിക്കുന്നത്. അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നിലപാടാണ് ഗ്രാമീൺ ബാങ്ക് സ്വീകരിച്ചത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിടാൻ കൈമയും മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു രീതിയാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള പണത്തിൽ നിന്ന് 10,000 രൂപ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തതാണ്. അതിനുൾപ്പെടെ ഇത് പിടിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യരായി പറഞ്ഞ ഒരാൾക്ക് ചെയ്യുന്ന രീതിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിലുള്ളത്. ഡിവൈഎഫ്ഐ രാവിലെ മുതൽ സമരം നടത്തുകയാണ്. ഞങ്ങളിത് ആവശ്യപ്പെടുന്നത് പണം തിരിച്ചു പിടിച്ചിട്ടുള്ള ധനസഹായം എത്ര രൂപയാണ് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്? 10,000 രൂപ വെച്ചപ്പോൾ കയറി കഴിഞ്ഞു. അതിൽ നിന്നാണ് ഇപ്പം രാജേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട്. 8 പശുക്കൾ, അദ്ദേഹം 8 പശുക്കളെ വാങ്ങുന്നതിന് വേണ്ടി ലോൺ എടുത്തതാണ്. അദ്ദേഹത്തിന് 8 പശുക്കളും ഈ ദുരിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹം അതിനു വേണ്ടി എടുത്ത ലോണാണ്. ആ ലോൺ അദ്ദേഹത്തിന് 10,000 രൂപ ഗവൺമെന്റിന്റെ ഫണ്ട് കയറിയപ്പോൾ 3,600 രൂപ ഇങ്ങോട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ആ രൂപത്തിലാണ് ഓരോരുത്തരുടെയും പണം 10,000-ൽ നിന്നും പിടിക്കുന്ന നിലയാണുള്ളത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അത് അടിയന്തരമായി തിരിച്ചു കൊടുക്കാൻ തയ്യാറാവണം. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കേരളീയ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ സ്വീകരിച്ച ഈ നിലപാടിൽ മാപ്പ് പറയാൻ വേണ്ടി ഇവർ തയ്യാറാവണം. പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ മാപ്പ് പറയണം. മറ്റ് ബാങ്കുകൾക്കുൾപ്പെടെ പാഠമാകുന്ന രൂപത്തിലേക്ക് ഇത് മാറേണ്ടതായിട്ടുണ്ട്. മൊറട്ടോറിയം പ്രഖ്യാപിച്ചതാണല്ലോ. ഈ മൊറട്ടോറിയം കാലയളവിലൊന്നും ഒരു കാരണവശാലും ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ സംസ്ഥാന സർക്കാരിന് തന്നെ നടപടി സ്വീകരിച്ചൂടെ? എങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മൊറട്ടോറിയം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് വളരെ മുഖ്യമന്ത്രി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഇഷ്യൂ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി ഇടപെടുകയും കലക്ടറെ ചുമതലപ്പെടുത്തുകയും കലക്ടർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ ആ നിലയിലുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശക്തമായി തന്നെ ഗവൺമെന്റ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിലയിലുള്ള നിലപാടുമായി ഗവൺമെന്റ് പോകുന്നു തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും യുവജന സംഘടനകളുടെ സമരം രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് റഫീഖ് പറയുന്നത്. അതായത് ബാങ്ക് സമയം തുടങ്ങുന്നതിന് മുമ്പ് 7 മണിയോട് തന്നെ തങ്ങൾ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് റഫീഖ് പറയുന്നത്. അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവും. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. കാരണം മൊറട്ടോറിയം പ്രഖ്യാപിച്ച ഒരു കാലയളവിൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ അതായത് ഈ ഒരു ദുരന്തബാധിതരുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഈടാക്കാൻ പാടില്ല, EMI ഈടാക്കാൻ പാടില്ല എന്നുണ്ട്. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പകൽക്കൊള്ള നടത്തുന്ന നിലപാട് ബാങ്കുകൾക്കുള്ളത്. ഡിവൈഎഫ്ഐ ഇവിടെ പുറത്ത് സമരം ചെയ്യുന്നു. അകത്ത് യൂത്ത് ലീഗ് ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, AYF ഉണ്ട്. അതായത് ബാങ്കിന്റെ അകത്തും പുറത്തും ബാങ്കിന്റെ അകത്തേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും AYF പ്രവർത്തകരെയും പോലീസ് തടഞ്ഞിരുന്നു. അതിനുശേഷമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ സമരവുമായി എത്തിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സമരവുമായി എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് ഈ ഗ്രാമീൺ ബാങ്ക് പ്രവർത്തിക്കുന്നത്. അവിടെ എല്ലാം തന്നെ പ്രതിഷേധത്തിന്റെ കൊടികൾ ഉയർത്തിക്കൊണ്ട് യുവജന സംഘടനകൾ ശരി. വിനേഷ് കുമാർ അവിടെ തുടരുന്നുണ്ട്. ഇപ്പോൾ VV അരുൺ കൂടി ഉണ്ട്. അരുൺ, മുഖ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ബാങ്ക് മേധാവികളോട്, ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഉന്നയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അതിലൊന്ന് വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളണം, സർക്കാരിൽ നിന്നും ആ പണം തിരിച്ചു പിടിക്കാൻ പാടില്ല എന്നീ 2 കാര്യങ്ങളാണ്. എന്തായിരുന്നു ഇവരുടെ മറുപടി? എന്തെങ്കിലും പോസിറ്റീവായ നിർദ്ദേശം അല്ലെങ്കിൽ മറുപടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായോ? എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതാനും ഇപ്പോൾ മുഖ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. മുഴുവൻ കടങ്ങളും ദുരിതബാധിത മേഖലകളിലെ മുഴുവൻ കടങ്ങളും എഴുതിത്തള്ളണമെന്ന ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ബാങ്കുകൾ ഇങ്ങനെ വായ്പകൾ തിരിച്ചടയ്ക്കാൻ സാഹചര്യം വരുമ്പോൾ ബാങ്കുകൾ വായ്പ എഴുതിത്തള്ളുമ്പോൾ അത് സർക്കാരാണ് അത് പണം അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ സർക്കാരാണ് പണം നൽകേണ്ടത്. അവിടെ ഇപ്പോൾ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി അടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരമൊരു തീരുമാനത്തിനും പോകാൻ കഴിയില്ല. അതുകൊണ്ട് ബാങ്കുകൾ തന്നെ ആ തീരുമാനവും നടപ്പാക്കണം. അതായത് ബാങ്കുകൾ തന്നെ ആ തുക നൽകണം. സർക്കാരാണ് റിസർവ് ബാങ്കിന്റെ നബാർഡിന്റെ അനുമതി വാങ്ങിക്കൊണ്ട് പ്രദേശത്തെ കടം പൂർണ്ണമായും ഓരോ ബാങ്കും എഴുതിത്തള്ളണം. ആ തുക ബാങ്കുകൾ എഴുതിത്തള്ളുന്ന തുക സർക്കാർ അടയ്ക്കണമെന്നാണ് ചട്ടം. പക്ഷേ അതും ഇത്തവണ SLBC തീരുമാനിച്ച് അതും ബാങ്കുകൾ തന്നെ സഹിക്കണം, ആ നഷ്ടം കൂടി സഹിക്കണം. ആ ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സർക്കാർ ആദ്യഘട്ട സഹായം 10,000 രൂപ നൽകിയിരുന്നു. ഈ വായ്പകൾ മൊത്തത്തിൽ എഴുതി തള്ളിയില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് അത് താങ്ങാനാകില്ല എന്നൊരു നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ബാങ്കുകൾ അതേപടി അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. SLBC യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ബാങ്കുകളിൽ യോഗത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങളായ ബാങ്കുകൾ അവരുടെ നിലപാടുകൾ അറിയിക്കും. സർക്കാർ നിർദ്ദേശം കൂടി ചർച്ച ചെയ്തുകൊണ്ടുള്ള ആ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാരിന്റെ ഈ ബാങ്ക് കടം പൂർണ്ണമായും എഴുതിത്തള്ളണം, ആ ബാധ്യത ബാങ്കുകൾ വഹിക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തിൽ ബാങ്കുകൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. 1 മണിയോടുകൂടി SLBCയുടെ തീരുമാനം ഇക്കാര്യത്തിൽ പുറത്തു വരാനാണ് സാധ്യത. ഏതായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തരമായി ഇത്തരമൊരു പ്രത്യേക SLBC യോഗം വിളിച്ചു ചേർത്തത്. അതിൽ സർക്കാർ എല്ലാ കടങ്ങളും എഴുതിത്തള്ളണമെന്ന ആവശ്യമാണ് ബാങ്കുകൾക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്.
അതാണ് സാഹചര്യം. ഏതായാലും കടങ്ങൾ പൂർണ്ണമായും എഴുത്തള്ളണം എന്ന് ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാർ. അതിനോടുള്ള മറുപടി എങ്ങനെ ആകുമെന്ന കാര്യത്തിൽ നമുക്കിനിയും കാത്തിരുന്ന് കാണേണ്ടി വരും. എസ് വിനേഷ് കുമാർ തുടരുന്നുണ്ട്. വിനേഷ്, എന്താണ് അവിടുത്തെ സാഹചര്യം? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും പ്രതിഷേധമാണോ? എന്തോ മൈക്കിനും പ്രശ്നമുണ്ട്. കൽപ്പറ്റ ഗ്രാമീൺ സഹകരണ ബാങ്കിന്റെ മുന്നിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുന്നത്. ഇത് എല്ലാ യുവജന സംഘടനകളും ഇവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ബാങ്കേഴ്സ് സമിതിയുടെ യോഗം ചേർന്നതും അതിൽ മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതും. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ തീരുമാനം അല്പസമയത്തിനകം ഏതാണ്ട് 1 മണിയോടുകൂടിയെങ്കിലും ലഭ്യമാകുമെന്ന് കരുതാം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുതന്നെയാണ്.